കൃത്യമായി നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. അതായത് പുലി മുഖങ്ങളും കൂടാതെ ഈ പുലിക്കളിക്ക് വേണ്ടിയുള്ള വേഷവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇന്നലെ അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പുലികളുടെ ദേഹത്ത് വരയ്ക്കുന്നതിന് വേണ്ടിയുള്ള പെയിന്റ് അരച്ചു തുടങ്ങിയിരുന്നു. കൂടാതെ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും പല തരത്തിലുള്ള മുഖങ്ങളുണ്ട്. ഈ മുഖങ്ങളെല്ലാം തന്നെ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. 51 പുലികളാണ് ഓരോ സംഘത്തിനൊപ്പവും ഉള്ളത്. ഇത്തവണ ഈ ദേശത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടില്ലേ, ഈ പുലിക്ക് ഇടാനായുള്ള ചെരുപ്പ് അത് കൃത്യമായി ആ പുലിയുടെ കാൽപാദവും നഖവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഈ കയ്യുറയിലും ഈ നഖവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി കൃത്യമായി ആ പുലികളിയുടെ എല്ലാ ആവേശവും അതുപോലെ തന്നെ കൃത്യതയോടുകൂടി എല്ലാ വേഷങ്ങളും അത് ആളുകൾക്ക് മുൻപിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ദേശക്കാർ തന്നെ നമ്മളോട് ഒപ്പമുണ്ട്. യുവജന സംഘമാണ്, വിയൂർ യുവജന സംഘമാണ്. വിയൂരിൽ നിന്ന് 2 സംഘമുണ്ട്. വിയൂർ സെൻറ്ററുണ്ട്, വിയൂർ യുവജന സംഘവുമുണ്ട്. യുവജന സംഘത്തിലെ ഭാരവാഹികളാണ് നമ്മളൊപ്പം ഉള്ളത്. ഇത്തവണത്തെ ഒരു വെറൈറ്റി ആയിട്ടാണല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? എന്താണ് ഈ കൊല്ലം നമ്മൾ പരമാവധി ഒറിജിനാലിറ്റിക്ക് പരമാവധി പ്രാധാന്യം കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് എല്ലാ പുലികൾക്കും 51 പുലികൾക്കും പുലിപ്പാദവും അതേപോലെ പുലിക്കൈയും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 3 മാസം സമയം എടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. ഒരു വ്യത്യസ്തത എല്ലാ പ്രാവശ്യവും വ്യത്യസ്തമായിട്ട് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ വിയൂരിൽ നിന്ന് വരുമ്പോൾ വെറൈറ്റികളായിട്ട് തന്നെ വരാറ്. പണ്ട് LED ബൾബ് വെച്ചിട്ടുള്ള കണ്ണ് വെച്ചിട്ടും പുലിവാല് വെച്ചിട്ടും പെൺപുലികളൊക്കെ ഇറക്കിയിട്ട് നമ്മുടെ വിയൂരിൽ തന്നെ ഇപ്പോൾ ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു പുതുമ കൊണ്ടുവരണമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും പുലിപ്പാദവും പുലിക്കൈയും ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വ്യത്യസ്തത കൊണ്ടുവരാറുണ്ട്. ഇത്തവണത്തെ ഒരു ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? ആഘോഷമൊക്കെ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെങ്ങനെ തരണം ചെയ്യാന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാണുന്ന ശാന്തതയൊന്നും നോക്കണ്ട, നാളെ ഇവിടെ അടിപൊളിയായിരിക്കുന്നത്. ഈ മെയിനായിട്ട് നമ്മൾ പറയുന്നത് പുലിനെ കുറിച്ച് പറയുമ്പോൾ പല്ലും നഖവും ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ പുലി ഇര പിടിക്കുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പല്ലിലും നഖത്തെ കണ്ടത്. പല്ലൊക്കെ പ്രത്യേകത രീതിയിലാണ് അത് അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ നഖം പല്ലും കൂടിയൊക്കെ കൂടുതൽ ഇതാക്കി ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. പെയിന്റ് അരക്കിലൊക്കെ കഴിഞ്ഞോ? എന്താ കഴിഞ്ഞു ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പോൾ 5:30 കഴിഞ്ഞപ്പോൾ പെയിന്റ് അടിച്ച ആൾക്കാർ കൂടി ഉണ്ട്. ഇപ്പോൾ വരയ്ക്കാനായി എത്ര പേരുണ്ട്? നമ്മൾ വരയ്ക്കാൻ 30 ആർട്ടിസ്റ്റുകളുണ്ട്. നമുക്ക് ചെറുതും വലുതും 30 ആർട്ടിസ്റ്റുണ്ട്. കാലത്ത് എത്ര മണി മുതൽ? 6 മണി. അതാണ് ആര്യ. അതായത് രാവിലെ 6 മണി മുതൽ തന്നെ ഇവിടെ ഈ പുലിമടയിൽ പുലി വര ആരംഭിക്കും. അതിനോടൊപ്പം തന്നെ വൈകുന്നേരമാണ് പുലിക്കളിക്കായി സ്വരാജ് റൗണ്ടിലേക്ക് ഈ പുലിക്കളി സംഘം വർണ്ണാഭമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ലിഷോയ് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ ചമയങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കാണാം ഇത്തവണ കാലിലേക്കൊക്കെ നമുക്ക് അവർക്ക് ഇടാൻ, കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അവർ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ അവർ അനുഭവിച്ച ബുദ്ധിമുട്ട് കണ്ടിരുന്നാലും പുള്ളിപ്പുലികൾ, കുട്ടിപ്പുലികൾ, വരയൻ പുലികൾ, അങ്ങനെ എല്ലാവരും, പെൺപുലികൾ എല്ലാവരും അങ്ങനെ പലതരത്തിലുള്ള സർപ്രൈസുകൾ നാളെ സ്വരാജ് റൗണ്ടിൽ തൃശ്ശൂർ നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതാ ഒരുങ്ങി നിൽക്കുന്ന ചമയങ്ങളൊക്കെ കാണാൻ കഴിയും. വർണ്ണാഭമായ കാഴ്ചകളൊക്കെയാണ്. ലിഷോയ്, എന്തൊക്കെ സർപ്രൈസ് ഉണ്ടാവും ഇത്തവണ? സർപ്രൈസ് ആണ്. അത് നേരത്തെ പറയുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ പല സംഘങ്ങളും അവരുടെ സർപ്രൈസുകളെല്ലാം തന്നെ പുറത്തെടുത്തിട്ടില്ല. നാളെ ഇനിയിപ്പോൾ പുലിക്കളിയുടെ ആ ഒരു സമയത്തായിരിക്കും പ്രധാനപ്പെട്ട സർപ്രൈസുകളൊക്കെ തന്നെ പുറത്തിറക്കുക. ഇതിപ്പോൾ നേരത്തെ ഇത് പുറത്തിറക്കാൻ കാരണമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഈ 51 പുലികൾക്കും ഇത്തരത്തിൽ പാതകവും അതുപോലെ തന്നെ ഈ നഖമുള്ള കയ്യുറകളൊന്നും തന്നെ മറ്റ് സംഘങ്ങൾക്കൊന്നും കോപ്പിയടിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വിയൂർ യുവജന സംഘം ഈ ഇത് നേരത്തെ തന്നെ ഈ തലേദിവസം തന്നെ ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും ആഞ്ഞു പിടിച്ചാലും അത് ഒപ്പിക്കാനായി കഴിയില്ല, അതിനുള്ള സമയമില്ല എന്നുള്ളതാണ്. എന്തായാലും പക്ഷേ ഇനിയും ഒരുപാട് സർപ്രൈസുകൾ പല സംഘങ്ങളിലുമുണ്ട്, ഇവിടെയുമുണ്ട്. ഇത്തവണ എങ്ങനെയാണ് പെൺപുലികളൊക്കെ ഉണ്ടോ അതോ കുട്ടിപ്പുലിയുണ്ട്, പിന്നെ മുതിർന്ന പുലികളും നല്ല സൈസുള്ള പുലികളുണ്ട്. ഒരു വശം വര പൂർണ്ണമായിട്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് മുടി തൊട്ട് എൻ്റെ പാദം വരെയുള്ള എല്ലാ വരകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യാനുള്ള പരിപാടികളാണ്. ശരിക്കും ഒരു പുലി തന്നെയായിരിക്കും ഇറങ്ങുമ്പോൾ ശരിക്കും ഒരു പുലി തന്നെയായിരിക്കും. യുവജന സംഘത്തിൻ്റെ പുലി ഏറ്റവും ഫസ്റ്റ് ടൗണിൽ കയറുന്നത് നമ്മുടെ ടീമാണ്. യുവജന സംഘം 5 മണിക്ക് അവിടെ കയറുമ്പോൾ തന്നെ ശരിക്കുള്ള പുലികൾ എങ്ങനെയാണോ നഗരത്തിലേക്ക് കീഴടക്കാൻ വരുന്നത്
ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ 51 പുലി അണിനിരന്നത്. മത്സരത്തിന് ഒരു വീറും വാശിയും നല്ല വീറും വാശിയും തന്നെയാണ്. ഒട്ടും പുറകോട്ട് പോയില്ല, ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട്. പുറകിലേക്ക് പരിപാടി നമുക്കൊരു ആറാപ്പ് വിളിച്ചാലോ? നാളെ ഇനി ആർപ്പുവിളികൾ തന്നെയായിരിക്കും എല്ലായിടത്തും ഉണ്ടാവുക. എന്തായാലും തീർച്ചയായും ആ ആർപ്പുവിളികളൊക്കെ പ്രേക്ഷകരിലേക്ക്, പലർക്കും അവിടേക്ക് പോകാൻ കഴിയില്ല, പക്ഷെ ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ മാതൃഭൂമി ന്യൂസും സർവ്വസജ്ജമാണ്. ലിഷോയും രാഗിനും ഒക്കെ അവിടെ എത്തിക്കഴിഞ്ഞ ഒരുക്കങ്ങളുടെ ഭാഗമായി കഴിഞ്ഞിട്ടുണ്ട്. ലിഷോയ് പറഞ്ഞതുപോലെ സർപ്രൈസുകൾ അങ്ങോളം ഉണ്ടാകും. എന്തായാലും പുലി മടകളൊക്കെ തയ്യാറായി കഴിഞ്ഞു. അപ്പം നാളെ സ്വരാജ് റൗണ്ടിൽ പുലികൾ ഇറങ്ങാൻ പോവുകയാണ്.